ഹലോ ഗായ്സ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾസിനെ പറ്റിയാണ്. വേരിയബിൾസും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസും പിന്നെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സും കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത് മുമ്പേ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യാം. സോ നമുക്ക് ആദ്യമേ നമ്മളെ മെയിൻ ഫംഗ്ഷൻ എഴുതാം. മെയിൻ ഫംഗ്ഷൻ എന്തുവാണ്? നമ്മളെ കമ്പൈലർ ആദ്യമായിട്ട് നോക്കുന്നത് ഈ മെയിൻ ഫംഗ്ഷനാണ്. സോ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് പിന്നെ ഫംഗ്ഷൻ്റെ പേരെഴുതണം, പിന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടണം, പിന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ പേരല്ല, അതിനെ മറ്റൊരു രീതിയിൽ വിളിക്കാം നമുക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് എന്ന്. സോ നമ്മൾ ആ മെയിൻ ഫംഗ്ഷൻ എഴുതി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വേരിയബിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ വേരിയബിൾസിനെ നമ്മളൊരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം, ഒരു പെട്ടി. അതിനകത്ത് നമുക്കൊരു വാല്യൂ ഇട്ട് വയ്ക്കാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ആ വാല്യൂ എടുക്കാം. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ആ വാല്യൂവിനെ എടുത്ത് മാറ്റിയിട്ട് വേറെ വാല്യൂ ഇടാം, അങ്ങനെ പലതും ചെയ്യാം. സോ കോട്ട്ലിനിൽ ഒരു പ്രത്യേകതയുണ്ട്. കോട്ട്ലിനിൽ 2 ടൈപ്പ് വേരിയബിൾ ഉണ്ട്. ഇമ്മ്യൂട്ടബിൾ എന്നും പറയും, മ്യൂട്ടബിൾ എന്നും പറയാം. ഇമ്മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ അതിലോട്ട് വാല്യൂ ഇട്ടാൽ, ആ പെട്ടിയിലോട്ട് നമ്മൾ ഒരു തവണ വാല്യൂ ഇട്ടാൽ പിന്നെ നമുക്ക് വേറൊരു വാല്യൂ അതിലോട്ട് ഇടാനേ പറ്റത്തില്ല, അത് ഫിക്സ്ഡ് ആയിരിക്കും. ഇമ്മ്യൂട്ടബിൾ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്തുവായിരുന്നു? റീഡ് ഓൺലി. ഇമ്മ്യൂട്ടബിൾ ഓർ റീഡ് ഓൺലി. സെക്കൻഡ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ. നമ്മൾ ആ പെട്ടിയിലോട്ടൊരു വാല്യൂ ഇട്ടു, ആ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേറൊരു വാല്യൂ ഇടാം. സോ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇമ്മ്യൂട്ടബിൾ ആയിട്ട് ഒരു വാല്യൂ കിട്ടുന്നത് നോക്കാം, അല്ലേ? സോ ഇമ്മ്യൂട്ടബിൾ ഡിക്ലറേഷൻ കാണിക്കുകയാണ്. ഡിക്ലറേഷൻ. സോ ഇമ്മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ എന്ന് പറയുന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. സോ വാൾ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വേരിയബിളിന് ഒരു പേര് കൊടുക്കാം, അല്ലേ? ആ പേര് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പേര് കൊടുക്കും? ഫസ്റ്റ് നെയിം കൊടുക്കാം, അതാകുമ്പോൾ ആരെയും മാറത്തില്ലല്ലോ. സോ ഞാൻ റിച്ചു എന്നൊരു പേരിടിയാണ്, ചുമ്മാതിടിയാണ്. ഓക്കെ. സോ ഫസ്റ്റ് നെയിം ഈക്വൽ ടു റിച്ചു. ഈ ഡബിൾ കോട്ട്സിനകത്ത് എഴുതുന്നത് എല്ലാം എന്തായിരിക്കും? സ്ട്രിങ്സ് ആയിരിക്കും. സോ ഇത് ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്, ഓർത്ത് വെച്ച് തന്നാൽ മതി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ, തിയറി ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. സോ ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാർ എഴുതിയാണ്. വാർ എഴുതിയിട്ട് ഏജ് നമുക്ക് എഴുതാം, അല്ലേ? ഏജ് എന്തായാലും ആളുള്ളത് മാറും, അതുകൊണ്ടാണ് ഞാൻ വാർ എഴുതിയിരിക്കുന്നത്. അതിനു മുമ്പേ പറയാൻ പറ്റുപോയി, വാർ എന്ന് വെച്ചാൽ മ്യൂട്ടബിൾ ഡിക്ലറേഷനാണ്. എന്ന് വെച്ചാൽ ആ പെട്ടിയിലോട്ടൊരു വാല്യൂ ഇട്ടിട്ട് നമുക്ക് പിന്നെ ആ വാല്യൂ എടുത്ത് വേറെ വാല്യൂ അതിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ വാർ എന്നിട്ടിട്ട് ഞാനിപ്പോൾ എത്ര എഴുതും? 14 എഴുതുക. ഓക്കെ ആണേ. സോ ഇത്രയും സെറ്റ്. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത്, നമുക്ക് ഇത് ഈ പറഞ്ഞൊക്കെ സത്യമാണോ നോക്കാം, അല്ലേ? ഈ ഫസ്റ്റ് നെയിം ഞാൻ എഴുതിയാണ് ഈക്വൽ ടു മനീഷ് എന്ന് എഴുതിയാണ്. ഇപ്പോൾ തന്നെ നമ്മളെ കമ്പൈലറല്ല, നമ്മളെ IDE നമ്മളോട് കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങിയല്ലേ? എന്തുവാ? വാൽ കനോട്ട് ബി റീഅസൈൻഡ്. കേട്ടോ? എന്ന് വെച്ചാൽ വാലിലോട്ട് വേറെ ഒരു വാല്യൂ ഇടാൻ പറ്റത്തില്ല. ആ പെട്ടിനകത്തുള്ളത് അടച്ചുപൂട്ടി അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി എന്നാണ് നമ്മളെ IDE പറയുന്നത്. സോ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലേ? ഇനി നമുക്ക് നോക്കാം നമ്മളെ ഏജ് മാറുമെന്ന്. നമ്മളെ മ്യൂട്ടബിളായിട്ട് വാർ ഡിക്ലെയർ ചെയ്തില്ലേ, അത് മാറുമെന്ന് നോക്കാം. So age equal to 14 plus 2. ഓക്കെ, സെറ്റ്. എപ്പോഴും കമ്പൈലറിന് വരുന്നു. IDE നമുക്ക് ഒരു പരാതിയും പറയുന്നില്ല. അതെന്ന് വെച്ചാൽ ഓക്കെ, ഇത് അക്സെപ്റ്റബിൾ ആണെന്നാണ്, അല്ലേ? ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ വേരിയബിളിൻ്റെ പേര് ഡയറക്റ്റ് കൊടുക്കാം. ഫസ്റ്റ് നെയിം, ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കാം, പ്ലസ് ഇടും. പ്ലസ് ഇടുന്നത് എന്താ വെച്ചാൽ കോൺകാറ്റിനേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഒരു വേരിയബിളിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും വേരിയബിൾ ആഡ് ചെയ്യാം. സോ ഞാൻ ഒരു സ്പേസ് ഇട്ടു, സ്ട്രിങ് ഇടുന്നത് എങ്ങനെ? ഡബിൾ കോട്ട്സിൻ്റെ അകത്ത്. എന്നിട്ട് അതിനകത്ത് ഞാൻ എഴുതുക ഏജ് ഈക്വൽ ടു, എന്നിട്ടിട്ട് പ്ലസ് ഇട്ടിട്ട് നമ്മൾ ഏജ് എഴുതി കൊടുത്തു. സിമ്പിളാണ്. സോ ഇത് ക്ലോസ് ചെയ്യാം. സോ ഞാനിത് റൺ ചെയ്യുവാണ്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്നും ശ്രദ്ധിക്കേണ്ട. ഇതെന്ന് വെച്ചാൽ
ഇത് വിട്ടേക്ക്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ 14 വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ ഡയറക്റ്റ്ലി ഡിക്ലെയർ ചെയ്തേക്കുക, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് കമ്പൈലർ പറയുന്നത്. കമ്പൈലർ അല്ല, IDE പറയുന്നത്. സോ നമുക്ക് ഇത് മാത്രം മതി. ഇത് ഞാൻ സൈഡിലോട്ടൊന്ന് മാറ്റുവാണേ. മൂവ് ടു റൈറ്റ് ടോപ്പ് ആണോ? ഓക്കെ, റൈറ്റ് ടോപ്പ്. ഇതങ്ങ് ബാറ്റ് ഇട്ടേക്കാം. എന്നിട്ട് ഓക്കെ, നമുക്കിപ്പോൾ കിട്ടി. റിച്ചു ഫസ്റ്റ് നെയിമിൽ കിടക്കുന്ന വാല്യൂ എന്തുവാ? റിച്ചു പ്ലസ് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ വാല്യൂ എന്തുവാ? റിച്ചു പ്ലസ് ഏജ് ഈക്വൽ ടു പ്ലസ് ഏജിൻ്റെ അകത്ത് വരുന്ന വാല്യൂ എന്തുവാ? 14 + 2 16. അപ്പോൾ ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ജാവയിലൊക്കെ എഴുതുന്നത്. പക്ഷേ നമ്മളെ കോട്ട്ലിനിൽ വേറൊരു ഫീച്ചറുണ്ട്, എന്ന് വെച്ചാൽ ഈ പ്ലസ് ഒന്നും ഇടണ്ട. കാണിച്ചു തരാം. പ്രിൻറ്റ്, ഞാൻ ഡബിൾ കോട്ട്സ് ഇപ്പോഴും ഇടിയാണ്, $സൈൻ ഇട്ടിട്ട് ഫസ്റ്റ് നെയിം എഴുതണം. ഫസ്റ്റ് നെയിം. ഓക്കെ, പിന്നെ എഴുതിയ ഏജ് ഈക്വൽ ടു $സൈൻ പിന്നെ ഇടുവാണ് ഏജ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്യും. ഇതിൻ്റെ കൂടെ ഞാൻ പ്ലസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരെണ്ണം ഇടിയാണ്. ഇതെന്ന് വെച്ചാൽ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയും. എസ്കേപ്പ് സീക്വൻസ് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ /n ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ന്യൂ ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമില്ല. സോ ഞാൻ റൺ ചെയ്ത് നോക്കാം അല്ലേ. ഇത് രണ്ടും ഒന്നാണോ അല്ലേന്ന് അറിയണ്ടേ. ഓക്കെ, നോക്കി. റിച്ചു ഏജ് ഈക്വൽ ടു 16, റിച്ചു ഏജ് ഈക്വൽ ടു 16. സോ ഇതും ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും വലിയൊരു കോഡ് എഴുതുന്നത്? സോ നമുക്കിതങ്ങ് എടുത്ത് കളയാം. എന്നിട്ട് ഇത് ഉപയോഗിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് തന്നെ വേരിയബിളിൻ്റെ വാല്യൂവിനെ എക്സ്പോസ് ചെയ്യുവാണ്. അതെങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത്? ആ വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇതിട്ട് കൊടുക്കണം, ഒരു $സൈൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് തന്നെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാം. എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ എസ്കേപ്പ് സീക്വൻസ് ഇടുവാണെങ്കിൽ ന്യൂ ലൈൻ്റെ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി പോകും, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ ഞാൻ എഴുതുക പ്രിൻറ്റ്, നമ്മളെ സ്ട്രിങ് എഴുതുകയാണ് 2 + 3 ഈക്വൽ ടു. ഇനി അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കണം, കേർലി ബ്രേസസ്. കേർലി ബ്രേസസിൻ്റെ അകത്ത് നമുക്ക് എഴുതാം 2 + 3. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കിയാണ്. നമുക്ക് 5 കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 5 കിട്ടി. 2 + 3 = 5. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെയാണ്. ഇതുവരെ ഒരു പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. പ്രശ്നമുണ്ടെങ്കിൽ കമൻ്റ് അടിക്കും. സോ പ്രിൻറ്റ് ഒന്നുകൂടെ കാണിക്കാം. പ്രിൻറ്റ് ഞാൻ അല്ലാതെ ഉപയോഗിച്ച് ചെയ്യുമോ? നമുക്ക് റിച്ചുവിൻ്റെ വാല്യൂ, റിച്ചു വേണം. ഇപ്പോൾ ഫസ്റ്റ് നെയിമിലല്ലേ റിച്ചു കിടക്കുന്നത്. സോ ഫസ്റ്റ് നെയിം എടുത്തു, ഏജ് എടുത്തു, പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണേ. എന്ത് കേർലി ബ്രേസസ് ഇട്ടു. ഏജിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ആഡ്. നമ്പർ ലോക്ക് ഓഫ് ആയിരുന്നു, സോറി. ഏജിൻ്റെ കൂടെ നമുക്ക് 2 ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യമില്ല, 14 മതി നമുക്ക്. 14 + 2 എത്ര? 16. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ഞാൻ എസ്കേപ്പ് സീക്വൻസ് ഇടാതെ കാണിച്ചു തരാം. എസ്കേപ്പ് സീക്വൻസ് ഇട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് എഴുതി വരും. സോ നമുക്കൊരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എസ്കേപ്പ് സീക്വൻസ് ഇടുന്നത്. ഇനി ഞാൻ അതിന് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയത്തില്ല, /നെ ന്യൂ ലൈൻ ക്യാരക്ടർ എന്നേ പറയും. സോ ന്യൂ ലൈൻ ക്യാരക്ടർ എഴുതി റൺ കൊടുത്തു. സോ ഓക്കെ, അടുത്ത ലൈനിൽ വന്നു റിച്ചു 16, 14 + 2 16. അപ്പോൾ അതൊക്കെ സെറ്റ്. മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ ഡാറ്റ ടൈപ്സ് ആണ്. ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല. ഇനി പോയാൽ മിക്കവാറും വീഡിയോയുടെ ലെങ്ത് കൂടി 20 മിനിറ്റ് ഒക്കെ ആവും. സോ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഡാറ്റ ടൈപ്സിനെ പറ്റി പരിചയപ്പെടുത്താം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് അടിക്കുക, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും അടിച്ചു തരാം. താങ്ക് യു.